അവിടെ എത്തിക്കഴിഞ്ഞ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്റെ ഡൗട്ടാണ്. ഞാൻ അവിടെ കിടന്ന് കരയും, അപ്പൊ എന്റെ ഏട്ടൻ മാറും. പാവല്ലേ ഞങ്ങളെ. ആഹാ, എന്തൊരു സ്റ്റൈല്! എന്നും ഇങ്ങനെ നടന്നൂടെ എന്റെ ഏട്ടന്? നീ എന്നെ കൊണ്ട് കോലം കെട്ടിക്കാണ്, മഹാവൃത്തിയാണ്. അലിയപ്പോ വണ്ടി എടുക്ക. നമ്മളെങ്ങോട്ടാ പോകുന്ന? പപ്പ എല്ലാം പറഞ്ഞു. അയ്യോ, നോ ഐഡിയ. ചോദിച്ചിട്ട് പറയുന്നില്ല. അല്ലാതെ എങ്ങോട്ടാ സർ? പപ്പ ആലിയപ്പ ചോദിക്കുന്നില്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ബുദ്ധി. അലിയപ്പോന് ലെഫ്റ്റും റൈറ്റും അറിയാലോ. ഇടത്തും വലത്തും അല്ലേ? ആ, എന്നാ കയറിക്കോളൂ, ബാക്കി ഞാൻ പറഞ്ഞോളാം. നിനക്ക് പോകേണ്ട വഴിയിലെ ഡീറ്റെയിൽഡ് റൂട്ട് മാപ്പ് ഇല്ലാതെ വണ്ടി എടുക്കില്ലേ? ഇത് ചില ഓട്ടോറിക്ഷക്കാരെ സവാരിക്ക് വിളിച്ച പോലെ. നീ ആരാ? ഹിമാലയൻ കാർ റാലിക്ക് പോകുന്ന റേസിംഗ് ചാമ്പ്യനോ? ഫിനിഷിംഗ് പോയിന്റ് റൂട്ടും ചോദിക്കാൻ? കാർ എടുക്കടാ, കാർ എടുക്കടാ, കാറ്. വരും മോളെ, വരൂ. കാണാതായപ്പോ സ്വാമിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. സ്വാമി എന്താ അകത്തേക്ക് ചെല്ലി റൂട്ട് മാപ്പും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ പിടികിട്ടു. വരുന്നില്ലേ? വരുന്നു. പ്ലീസ് വരൂ വരൂ, ഇരിക്കൂ. സ്വാമി പറഞ്ഞതിലും കുറച്ച് ലേറ്റ് ആയി. സ്വാമി രാഹുകാലമൊക്കെ നോക്കുന്നുണ്ടാവും. ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ രാഹുകാലം? ഞാൻ യമകണ്ഠ കാലമാണ് നോക്കുക. അങ്ങനെയും ചിലരുണ്ട്. ഈ തമിഴ്നാട്ടിലെ ചില ജ്യോത്സ്യന്മാർ പറയണത് രാഹുകാലത്തിന് നോക്കേണ്ട കാര്യമില്ലെന്ന്. എവിടെ നമ്മുടെ കക്ഷി? ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ തപസിരിക്കുക. ചെന്ന് നോക്കട്ടെ. ഞങ്ങള് 4 പേരാ ക്ഷമിക്ക അമ്മാവന്മാരായിട്ട്. എന്താ? അല്ല, 2 പേരെങ്കിൽ സ്റ്റേറ്റ്സിലാ. ഈ 4 പേർക്കും പെൺകുട്ടികളേ ഇല്ല. അപ്പൊ പിന്നെ ഊഹിക്കാലോ, അവരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൃഷ്ടി തന്നെയാവും. പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാഴ്ചയിലും എനിക്കങ്ങ് ബോധിച്ചു. അപ്പൊ പിന്നെ അധികം അല്ല അധികം നീട്ടിക്കൊണ്ട് പോകാതെ ഡേറ്റ് ഉറപ്പിക്കണം അല്ലേ സ്വാമി? അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വേണ്ട. അവർക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടിയിലായിക്കോട്ടെ അല്ലേ സ്വാമി? അതിനെന്താ അവല്ലോ. അതിവിടെ വെച്ച് വേണ്ട അല്ലേ ഏട്ടാ? അതെ, അത് ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ ആവുമ്പോ ഏട്ടൻ ഫ്രീ ആവില്ല. നമുക്ക് പോകാം പപ്പ. എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം, ഡേറ്റ് നോക്കണം. ഒരു 3 months ടൈം അത്രയും പോരെ സ്വാമി? എനിക്കാ എന്നെ വിളിക്കുന്നു പറഞ്ഞിരുന്നു. ഹലോ, എവിടെ? എന്താ? അയ്യോ അയ്യോ സ്വാമി, ഇത് ഞാനാ, ഡോക്ടർ കോശി. വയറുവേദന എങ്ങനെയുണ്ട്? വേദന കൊണ്ട് പൊളയുകയാണെന്നോ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ആക്സിഡന്റ്. എന്നിട്ട് പൊളയാണെന്നോ? അല്ല, തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? പൊളയാണെങ്കിൽ ഇങ്ങോട്ട് പാടോ. എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ. എന്റെ അശ്രദ്ധ കൊണ്ടോ? പോക്കരുത്തരം പറയരുത്. വയറിളകി ചവാൻ കിടക്കുന്നവൻ ബിരിയാണിയെ കഴിക്കൂന്ന് വാശി പിടിക്കരുത്. ബിരിയാണി പാക്കേജ് പാക്ക് ചെയ്യൂ, മെഡിസിൻസ് വിതരണം ചെയ്യൂ. ഞാൻ ഇതായെത്തി കഴിഞ്ഞു. ഇയാൾക്ക് വട്ടാണോ? വയറിളകി ഭ്രാന്തായി ആദ്യത്തെ കേസാ. ഓക്കെ, ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഭയങ്കര ആക്സിഡന്റ്. എനിക്കിപ്പോ പോണം. സോറി പപ്പ. വാ. അയ്യോ, കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. അല്ല, നമ്മളൊന്നും ഫിക്സ് ചെയ്തില്ലല്ലോ സ്വാമി. എന്ത് ചെയ്യാനാ? കൺസ്ട്രക്ഷൻ മുഴുവൻ പൊളിച്ച് വീടില്ലേ? ഈശ്വരാ. അതെ, കാർ എടുക്കണ കാറ്. ഓക്കെ, വന്നോളൂ. നീ കേറ. താനിങ്ങോട്ട് വന്നു. താൻ ഇവിടെ നിൽക്കേ. എന്നിട്ട് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന്. മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന ചുപ്രം പട്ടരെ. ഞാൻ എങ്ങനെ പറയും? മലയാളത്തിൽ തന്റെ തിരുവാതിർന്ന് പറയണോ? വണ്ടി എടുക്കാം. ചോദിക്കട്ടെ, സത്യത്തിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപകടം ഉണ്ടായോ? ഉണ്ടായി. ഇല്ല, പക്ഷേ പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയേ? അത് കുട്ടിയെ ഇഷ്ടമായില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, ഇഷ്ടമായില്ല അല്ലേ? സ്വാമി വാ. അയ്യോ, സ്വാമി വരാൻ. എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വാമി പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടില്ല. പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. പതുക്കെ പറ, പപ്പ അകത്തുണ്ട്. അവളെ കൂടി കാണാനാ ഞാൻ വന്നത്. അവള് പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത്. അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഏട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്നല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്താ എന്താ അതിന്റെ കാരണം? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്കതാ അറിയേണ്ടത്. വലിയ ഐശ്വര്യ റോയ് ഒന്നും അല്ലെങ്കിലും തീരെ ബോറല്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ. പിന്നെ സ്വാമിക്ക് അറിയോ? പിന്നെ നിങ്ങൾക്കൊരു പിണ്ണാക്കോ അറിയില്ല. നിങ്ങൾ വിടരുത്.
7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാ എനിക്ക് ആദ്യത്തെ ലവ് ലെറ്റർ കിട്ടിയത്. പതുക്കെ ഈ പറഞ്ഞത് തന്നെ ഒന്ന് പതുക്കെ പറയൂ. 7th സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 12ാം വയസ്സിൽ. പിന്നെ ലൈഫിൽ മൊത്തം 432 ലവ് ലെറ്റേഴ്സ് കിട്ടി. ഞാനൊന്നിനും മറുപടി കൊടുത്തില്ല. എന്താ അവരുടെ അഡ്രസ് അറിയില്ലായിരുന്നു? ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റൊരാളെ മാരി ചെയ്യാൻ പറ്റില്ല. പപ്പടേട്ട് എന്നെ മുഴുവൻ കണ്ടോല്ലോ. ഓഹോ, അങ്ങനെ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഞാൻ എന്ത് കണ്ടെന്ന്? ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഏലസിന്റെ എണ്ണം വരെ പറഞ്ഞില്ലേ? അല്ല, അത് കുട്ടി അങ്ങനെ കേറി വന്നത് കൊണ്ടല്ലേ. എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും. ക്ഷമ, ഞാൻ പറഞ്ഞേക്കെ. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ക്ഷമ ഇപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ വാ പിന്നെ പ്ലീസ്. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. പ്ലീസ് ക്ഷമ ഇപ്പോ. എന്ത് ചെയ്യാനാടോ, മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ? ആ MLA മാരൊക്കെ സ്ട്രോങ് സ്റ്റാൻഡിലാ. ഈ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാര വാക്കാണെന്ന് അവർക്കറിയാം. അതെ, അത് തന്നെ. ടേബിളിൽ ക്യാഷ് ഡൗൺ ഡീൽ അതേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ നാളെ അവിടെ കാണാം. പിന്നെ ആ വെസ്റ്റേണിൽ ഒരു 2 സൂട്ട് റൂം ബുക്ക് ചെയ്തേക്ക്. ഓക്കെ. മാസത്തിൽ 20 ദിവസം ഞാൻ നാട്ടിലുണ്ട്. എന്നിട്ടും രക്ഷയില്ല. ഞാനിങ്ങ് വന്നിറങ്ങാൻ നോക്കിയിരിക്കുക. ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ചില ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസേ, അതിന്റെ ഓരോരോ ടെൻഷൻസ്. ആ അപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഉവ്വ്, അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ പരമേശ്വരന്റെ അഭിപ്രായം. നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെയാ? പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ശിവപുരം എന്ന് പറയും. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ബിസിനസ് ആണെന്ന് പറഞ്ഞു. എന്താ എക്സാക്ട്ലി? പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കാ. കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കൂടുതൽ. പിന്നെ സത്യമംഗലം സൈഡിൽ ഒരു ഏലത്തോട്ടം ഉണ്ട്. ഏലം എന്ന പേരാ. അതിന്റെ ഇടയെ മുഴുവൻ കച്ചൂരി, കുറുന്തോട്ടി, കറുക, ദർഭ, ഞവരക്കിഴങ്ങ്, പഴമുതിര, ആടലോടകം, നാൽപ്പാമര, ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഹെർബൽ അതിന്റെ ഒരു ഗാർഡനാണ്. പിന്നെ വേപ്പിലക്കട്ടിയും പിക്കിൾസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉസലംപെട്ടിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ശരി. അപ്പൊ എങ്ങനെയാ മറ്റു കാര്യങ്ങള്? അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തോ? എന്താ ഗിരി? എല്ലാം തമ്പിച്ചേട്ടൻ പറഞ്ഞ ഫൈനലൈസ് ചെയ്താൽ മതി. ഡേറ്റ് 2 കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ ഡേറ്റ് അല്ലല്ലോ പ്രധാനം. വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ? മനസ്സിലായില്ല. അതിലിപ്പോ എന്താ അത്ര മനസ്സിലാവാതിരിക്കാൻ? എന്ത് ഡൗറി കൊടുക്കും പയ്യന്, അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. ഇപ്പോ ബിസിനസ് ഇത്തിരി മോശമാണെന്നേ ഉള്ളൂ. എന്നാലും കോളിയോടെ തറവാട്ടിന്നൊരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ. ഉവ്വ്, ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു. പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ? എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ്. അത് മുഴുവൻ അവൾക്കുള്ളതാണ്. അങ്ങനെ വേഗമായിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. എത്ര സ്വർണം, ക്യാഷ് എത്ര, പിന്നെ കാറോ, അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാളക്കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖര മുതലാളി? അയ്യോ വേണ്ട തമ്പി, പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട. ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു. അതൊന്നും മുന്നിൽ കാണാതല്ലോ. പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ? പരമേശ്വരന് കച്ചവടം അറിയാം. തമ്പിക്ക് അറിയാത്ത പലതും അറിയാം. അത് കള. എന്റെ കച്ചവടത്തിൽ നേരും നിറയും ഉണ്ടാവും. തമ്പി അത് മനസ്സിലാക്കിയാൽ മതി. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത്. അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ. കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല. അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ. എന്റെ വാക്കുകളും പ്രവൃത്തിയും. ഓ, അത്ര വലിയ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ഒന്നും പറയണ്ട. ഒളിയും മറയൊക്കെ ഇയാളുടെ കയ്യിലില്ലേ? അത് തമ്പി വ്യക്തമാക്കണം. തമ്പിച്ചേട്ടാ, നീ മിണ്ടാരിടാ. ഇയാളൊരു പുത്തൻ പണക്കാരൻ, വലിയ അന്തസ്സോടെ ഒന്ന് ഡയലോഗ് അടിക്കണം. പക്ഷെ തമ്പി, ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ 2ാം ഘട്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പ്ലീസ്. 2ാം ഘട്ടോ? അതേ അറിഞ്ഞില്ലല്ലോ. ആണോടാ? നീ എന്തറിയും? തലയ്ക്ക് വെളിവ് വേണ്ടേ? 2ാം ഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്നോർക്കണം. വിവാഹം കഴിഞ്ഞു, ശരിയാ. ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ആക്സിഡന്റ് ഉണ്ടായി, പയ്യൻ മരിച്ചു. ആയിരിക്കാം, അല്ലായിരിക്കാം. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക്. അത് വിട്ടുകള. പക്ഷേ ഇയാൾ ഈ നേരും നേറിയ അന്തസ്സിന്റെ വാചം അടിക്കരുത്. പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം? നീ ആ പെണ്ണിന്റെ മൊഞ്ച് കണ്ട് മയങ്ങി നിൽക്കല്ലേ?
അവളുടെ ജാതകം ആരെക്കൊണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാൽ അറിയാം അവൾക്ക് ഭർത്താവ് വാഴില്ല എന്ന് വല്ല യോഗം ഉണ്ടോന്നുള്ള കാര്യം. അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണു? തമ്പി നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളൊന്ന് മിണ്ടായിരിക്കണം. ഒരു 100-ന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ല ഈ നാട്ടില്.